മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിന്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായി തന്നെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഓശാനയുടെ ജൈവിളികളും കുരിശിന്റെ വെല്ലുവിളികളും ദുഃഖവെള്ളിയുടെ കൊലവിളികളും മറികടന്ന് നാം ഇന്ന് ഉയർപ്പിന്റെ പ്രഭാതത്തിൽ എത്തി നിൽക്കുകയാണ്. എത്രമേൽ ചവിട്ടി താഴ്ത്തിയാലും എത്രത്തോളം തല്ലി തകർത്താലും ജീവിതത്തിൽ പ്രതീക്ഷകളുടെ പ്രത്യാശകളുടെ പുതുനാമ്പുകൾക്ക് ഇനിയും അവസരമുണ്ട് എന്നും അന്ധകാരത്തിനപ്പുറം പ്രകാശമുണ്ട് എന്നും മരണത്തിനപ്പുറം ജീവിതമുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കാൻ ഒരു തിരുനാൾ, അതാണ് ഈസ്റ്റർ. ഈസ്റ്റർ നമുക്ക് നൽകുന്നത് ജീവനാണ്, ജീവിക്കാനുള്ള തന്റെ ഇടമാണ്, ജീവിതത്തിന്റെ അർത്ഥമാണ്. ഉയിർപ്പ് ഒരു ഇറങ്ങിനോട്ടമാണ്. അതിരാവിലെ ഇരുള് നീങ്ങാത്ത സമയത്തും കർത്താവിന്റെ കല്ലറയിലേക്ക് നടന്നു നീങ്ങിയ മഗ്ദലേന മറിയം ഉയിർപ്പ് എന്ന സത്യത്തിലേക്ക് ഇറങ്ങി വരാത്തവളായിരുന്നു. ഇളക്കി മാറ്റിയ കല്ലും ശൂന്യമായ കല്ലറയും കണ്ട് ഭയന്ന് അവിശ്വാസത്തിന്റെ അന്ധകാരവും പേറി അവൾ ശിഷ്യന്മാരെ സമീപിച്ചെന്നും പത്രോസും അതുപോലെ കൂടെയുണ്ടായിരുന്ന ശിഷ്യരും മഗ്ദലേന മറിയത്തിന്റെ കഥയിലേക്കും കർത്താവിന്റെ കല്ലറയിലേക്കും ഒന്നുപോലെ മിഴി പായിച്ചിട്ടും കല്ലറയിലേക്ക് ഇറങ്ങി നോക്കുന്നതുവരെ ഉയിർപ്പ് എന്ന സത്യത്തിലേക്ക് അവർ കടന്നു വന്നില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിങ്കിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ജീവിതമാണ്. നാം ദേവാലയത്തിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങിപ്പോയാൽ പോരാ, മറിച്ച് കുദാശകളുടെയും വിശുദ്ധ കുർബാനയുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വെറും കാഴ്ചക്കാരായി നാം മടങ്ങേണ്ടി വരും. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഉയർപ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് എടുത്തുമാറ്റുവാനാണ്. അവിശ്വാസത്തിന്റെ കല്ലുകൾ കൊണ്ട് കർത്താവിന്റെ കല്ലറ മൂടിയ മഗ്ദലേന മറിയത്തിന് കർത്താവ് ഉദ്ധിതനായത് വിശ്വസിക്കാനായില്ല. സംശയത്തിന്റെ കല്ലുകൾ കൊണ്ട് കർത്താവിന്റെ കല്ലറ മൂടിയ തോമസും നിരാശയുടെ കല്ലുകൾ കൊണ്ട് കർത്താവിനെ കല്ലറയ്ക്കുള്ളിൽ വീണ്ടും അടക്കം ചെയ്ത ശിഷ്യന്മാരും തിബേരിയൂസ് തീരത്ത് കൂട്ടിയിട്ട കനലിൽ തട്ടി തീ പോലെ വെട്ടിത്തിളങ്ങിയ കർത്താവിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ എമ്മാവൂസ് യാത്രയിൽ കൂടെ നടന്ന് വചനം പഠിപ്പിച്ച് ഹൃദയം ജ്വലിപ്പിച്ച സഹയാത്രികന്റെ ആത്മീയ ആഠ്യത്വം കണ്ടപ്പോൾ വിശ്വസിച്ചു അവൻ ഉദ്ധിതനായെന്ന്. ഉടലോട് ഉയർത്തവൻ കൂടെ നടന്നപ്പോൾ ഹൃദയത്തിൽ കുറവുകൾ കൊണ്ട് പാകിയ കല്ലറ പിളർക്കപ്പെട്ടു. അപ്പോൾ അവർ വിശ്വസിച്ചു കൂടെ നടക്കുന്നവൻ കർത്താവാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഏറ്റക്കുറച്ചിലോടെ നാം സൂക്ഷിക്കുന്ന പരിഭവത്തിന്റെയും പരാതിയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അസൂയയുടെയും ഒക്കെ കല്ലുകൾ നമുക്ക് എടുത്തു മാറ്റാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ. മൂന്നാമതായി, ഉയിർപ്പ് ഉദ്ധിതൻ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ക്രിസ്തുനാഥൻ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കാം. തന്റെ പീഡാസഹനവും ഉദ്ധാനവും 3 പ്രാവശ്യം പ്രവചിച്ചവൻ, ജായിറോസിന്റെ മകളെയും നായിനിലെ വിധവയുടെ മകനെയും ലാസറിനെയും ഉയർപ്പിച്ചവൻ, അന്ധകാരത്തെ അകറ്റുന്ന നീതിസൂര്യനായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയിർപ്പ് എന്ന സത്യത്തിന് അവിടുന്ന് ഉറപ്പു നൽകുകയായിരുന്നു. യേശു പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ കർത്താവിന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും നാം അവനോട് ഐക്യപ്പെട്ടവരായിരിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ജീവിതത്തിന്റെ ജീർണതകളെ ജീവനുള്ളതാക്കി തീർക്കുന്ന കർത്താവ് കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്, ഉറപ്പാണ് ഓരോ ഉയിർപ്പ് തിരുനാളും നമുക്ക് സമ്മാനിക്കുന്നത്. ക്രിസ്തുവിന്റെ സാന്നിധ്യം, ഉദ്ധിതനായ മിശിഹ നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പിൽ നമുക്കും ഉറച്ചു വിശ്വസിക്കാം. ഉദ്ധിതന്റെ സമാധാനം ഏവർക്കും ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ആമേൻ.